ഇതെൻ്റെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ 9ാമത്തെ എപ്പിസോഡിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള അസുഖത്തെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, തലകറക്കമെന്ന് പറയുന്ന അസുഖമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർക്ക് തലകറക്കമാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തലകറക്കം, കിടന്നപ്പോൾ തലകറക്കം, നടന്നു നീങ്ങിയപ്പോൾ തലകറക്കം, എവിടെ ചോദിച്ചു കഴിഞ്ഞാലും തലകറക്കമാണ്. ഞാൻ എന്നെക്കുറിച്ച് പറയട്ടെ. ഞാൻ ഡോക്ടർ രാജു കെ ബേബി, കൺസൾട്ടൻറ്റ് സർജനും അതുപോലെ ജനറൽ പ്രാക്ടീഷണറുമായിട്ട് കൊട്ടാരക്കരയ്ക്കടുത്ത് കോടതിക്കടുത്ത് താമസിക്കുന്നു. എനിക്ക് സ്വന്തമായൊരു ക്ലിനിക്കുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടിയുമായിട്ട് എൻ്റെ ഫോണിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ ഇത് ഇഷ്ടപ്പെടുന്നവരെ ഇത് ലൈക്ക് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കമൻസ് കാണുവാനായിട്ട് ഈ കമൻ്റ് ബോക്സിൽ നിങ്ങൾ കുറിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ യേശുവിനെ വണങ്ങിക്കൊണ്ട് ഞാൻ ഈ ഉദ്യമത്തിലേക്ക് തിരിയുകയാണ്. ഇന്ന് തലകറക്കം വളരെ സാധാരണമാണ്. എന്നാൽ അഡൽട്സിനെ അപേക്ഷിക്കുമ്പോൾ കുട്ടികളിൽ ഇത് വളരെ കുറവായിട്ട് കണ്ടുവരുന്നു. നിസ്സാര കാര്യങ്ങൾ തലകറക്കത്തിലേക്ക് നയിക്കുന്നു. ഉറക്കമില്ലായ്മ, വളരെ ചൂട് കൊള്ളുക, തലവേദന, അനീമിയ, അതല്ലെങ്കിൽ ഒരുപാട് അധ്വാനിക്കുന്ന ഒരു ദിവസം നമുക്ക് തലകറക്കം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഈ തലകറക്കം എന്താണ്? അതിന് ഇംഗ്ലീഷിൽ ഡിസിനസ് എന്ന് പറയും, ചിലർ കിഡ്നസ് എന്ന് പറയും, ചിലർ വെർട്ടിഗോ എന്ന് പറയും. ഈ തലകറക്കമെല്ലാം തലകറക്കമാകണമെന്നില്ല. ഈ ഡിസിനസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് മാന്ദ്യത, തലമാന്ദ്യമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ തല പെരിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഡിസിനസ്സാണ്. കിഡ്നസ് അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലാണ്. എന്നാൽ വെർട്ടിഗോ എന്ന് പറയുമ്പോൾ അത് മിക്കവാറും ചെവിയുടെ പ്രശ്നം കൊണ്ടാണ് ഈ വരുന്നത്. അതിനകത്ത് ഛർദിൽ മിക്കവാറും കാണും, ഇല്ലെങ്കിൽ ഛർദിക്കാനുള്ളൊരു ടെൻഡൻസി കാണും. ആ ടെൻഡൻസിയുടെ മധ്യത്തിലായിരിക്കും ഈ വെർട്ടിഗോ വരുന്നത്. അപ്പോൾ ഞാൻ ബാലൻസ് സിസ്റ്റത്തെക്കുറിച്ച്, നമ്മുടെ ശരീരം നമ്മളെ തന്നെ നിർത്തിയിരിക്കുന്ന ഈ ഭൂതലത്തിൻ്റെ മുകളിൽ നിർത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ബാലൻസ് സിസ്റ്റമാണ്. അതിൽ നമ്മുടെ ചെവി, നമ്മുടെ കണ്ണുകൾ, അതുപോലെ നമ്മുടെ മസിലുകൾ, ഇവയെല്ലാം വലിയ പ്രാധാന്യം അറിയിക്കുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചരിഞ്ഞ് വീഴാതെ പോകാതിരിക്കാനായിട്ട് നമ്മുടെ ഇന്നർ ഇയർ അല്ലെങ്കിൽ അകത്തെ ഇയറിനകത്ത് ചില സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. ഈ സെമി സർക്കുലർ കനാൽസ് എന്ന് പറയുമ്പോൾ അത് 3 എണ്ണമാണ്. ഓരോ വശത്തും എന്നാൽ അത് ഒന്നിന് 90 ഡിഗ്രി ചരിഞ്ഞ് ഇരിക്കുന്നു. അതിനകത്ത് യൂട്രിക്കൽ സാക്യൂൾ എന്ന് പറഞ്ഞ 2 ഓർഗൻസ് ഉണ്ട്. അതിനകത്ത് ഓർഗൻ ഓഫ് കോർട്ടി ഉണ്ട്, ഓട്ടോകോണിയ ഉണ്ട്. ഇങ്ങനെ ചെവിക്കകത്ത് വലിയൊരു ബാലൻസ് സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്. ഈ ചെവി നമ്മുടെ തല വലത്തോട്ട് തിരിയുമ്പോഴോ ഇടത്തോട്ട് തിരിയുമ്പോഴോ ചെവി പറയുന്നു, നമ്മുടെ തലയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. നമ്മുടെ ചെവി ഇടത്തോട്ട് തിരിയുന്നു, വലത്തോട്ട് തിരിയുന്നു എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അതനുസരിച്ചാണ് നമ്മുടെ തല അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കണ്ണുകൾ, ഈ കണ്ണുകൾക്ക് തലകറക്കത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ കുറവാണ്. എന്നാൽ കണ്ണിൻ്റെ ആ പ്രശ്നങ്ങൾ കൊണ്ടും തലകറക്കം വരാം. കാരണം നന്നായിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് എത്ര ആയിരുന്നാലും നമുക്ക് ബാലൻസ് സിസ്റ്റം പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ ചില സമയത്ത് വീഴുന്നത് കാണാനായിട്ട് പറ്റും. കാരണം അവർക്ക് ദൂരക്കാഴ്ച, ഒന്നാമതായിട്ട് മസിൽസ്, ഈ മസിൽസിലെ ഈ പൊസിഷൻ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പോർപ്പിയോസെപ്റ്റി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു റിസപ്റ്റീവ് ഓർഗാനിസം, ഒരു സെൻസ് ഓർഗൻ ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിന്
ഇൻഫർമേഷൻ കൊടുക്കുന്നു. നമ്മൾ കാല് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഞാനിപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം മസിലിലെ പ്രോപ്രിയോസെപ്റ്റീവ് സെൻസ് ഓർഗൻസ് ഉള്ളതായിട്ട് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ, അതായത് നമ്മുടെ മസിൽസ്, നമ്മുടെ കണ്ണുകള്, അതുപോലെ നമ്മുടെ ചെവികള്, ഇവയെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഒരു ബാലൻസ് സിസ്റ്റം നമുക്ക് കിട്ടുന്നത്. ഇതിൽ ചെവിക്കുള്ള പങ്ക് വളരെയധികമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കാരണമായിട്ട് പറയാം. ചിലർക്കൊക്കെ ഈ തലകറക്കം വരുന്നത്, അല്ലെങ്കിൽ ഒരു മന്ദത അനുഭവിക്കുന്നവരുടെ രക്തക്കുറവുണ്ടായിരിക്കും. ചിലർ വേദന അനുഭവിച്ചു കഴിയുമ്പോൾ അവരുടെയൊക്കെ തലകറക്കം വരും. ചിലർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് തലകറക്കം വരും. അങ്ങനെയുള്ള തലകറക്കങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഒരു നല്ല ശതമാനം തലകറക്കവും എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കിയത്. BP ഉള്ളവർക്ക് തലകറക്കം വരുമെന്നുള്ള ഒരു കിംവദന്തി സാധാരണ ഉണ്ട്. അത് ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല. BP ഉള്ള 90% ആൾക്കാർക്കും യാതൊരു കുഴപ്പവുമില്ല, ഒരു സിംറ്റംസും ഇല്ല. വെറും 10% ആൾക്കാർക്കാണ് തലവേദനയും തലകറക്കവും ഒക്കെ വരുന്നത്. എന്നാൽ സ്ട്രോക്ക് അടിക്കുന്ന ആൾക്കാർക്ക് തലകറക്കം വരാം. കാരണം അവർക്ക് നടക്കാനായിട്ട് പറ്റത്തില്ല. അവരുടെ പ്രോപ്രിയോസെപ്റ്റീവ് ഓർഗൻസ് ഒക്കെ വളരെ ഇതാണ്. കാരണം അവർക്ക് ഡിമെൻഷ്യ, അല്ലെങ്കിൽ അവർക്ക് വാസ്കുലർ ഡിമെൻഷ്യ ഉണ്ട്. ആ പർട്ടിക്കുലർ ബാലൻസ് കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങൾ, ശരീരത്തിൻ്റെ ഓർഗൻസ് എല്ലാം വളരെ ആ പർട്ടിക്കുലർ ഏരിയാസിലൊക്കെ ബ്ലഡ് സപ്ലൈ കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ഹെമറേജ് ഒക്കെ സംഭവിക്കാം. ഇതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യങ്ങൾ, നമ്മൾ തലകറക്കം വരുമ്പോഴത്തേക്ക് അങ്ങ് പേടിക്കാനായിട്ടൊന്നുമില്ല. തലകറക്കം വരുമ്പോൾ നമ്മൾ പേടിക്കാനായിട്ടൊന്നുമില്ല. ഇതിനെല്ലാം ആവശ്യത്തിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ തലകറക്കം വന്നു, എന്നും തലകറക്കമാണ്, അല്ലെങ്കിൽ തലകറക്കം നമുക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയേണ്ട കാര്യമില്ല. ഞാനതിൻ്റെ സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടും കൂടെ കണ്ടുകൊണ്ടാണ്. ഞാൻ സാമൂഹികമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സമൂഹത്തോട് ചില കടമകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കൊണ്ട് തലകറക്കം വരുന്നത്. പിന്നെ കാർഡിയാക് പ്രോബ്ലംസ്, ചിലരുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തലകറക്കം വരാം, പ്രവർത്തനരഹിതം കൊണ്ട് തലകറക്കം വരാം. അതുപോലെ ചില ഓർത്തോപീഡിക് പ്രോബ്ലംസ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന എല്ല് തേയ്മാനം കൊണ്ട് തലകറക്കം വരാം. പക്ഷേ ഇതൊക്കെ തുലവും ചെറുതാണ്. ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന അസുഖത്തെ എക്സാജറേറ്റഡ് ആയിട്ട് കാണിച്ചിട്ട് ഇതാണ് തലകറക്കത്തിൻ്റെ എന്ന് പറഞ്ഞ് അതിനെ കാണുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ ഇവിടെ പറയുവാനായിട്ട് പ്രത്യേകം ഉദ്ദേശിക്കുന്നു, തലകറക്കം വരാനുള്ള മുഖ്യ കാരണം അല്ലെങ്കിൽ അത് ചെവിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇവിടെ നമ്മൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അത് ഇതിന് ഒരുപാട് മരുന്നുകൾ അടുത്ത കാലത്തും അല്ലാതെയുമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാബെസ്റ്റമെറ്റിൽ, അതുപോലെ ടാബെസ്റ്റോജറോൺ എന്ന് പറയുന്ന സിനാറസിൻ, അതുപോലെ ഈ വേറെ മരുന്നുകളുണ്ട്, ബീറ്റാസ്റ്റിഡിൻ, അങ്ങനെയുള്ള പല മരുന്നുകളുണ്ട്. അതിപ്പോൾ ഡോസ് കൂട്ടിക്കഴിച്ചുകൊണ്ട് കൂടുതൽ പ്രയോജനമൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഈ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ആ അസുഖങ്ങൾ കുറഞ്ഞ് കിട്ടും. ഏതായാലും അല്പസമയമെടുത്താലും ഇത് താനെ മാറുന്നതാണ്. അല്ലെങ്കിൽ താനെ മാറുന്നതിനേക്കാളുപരി ഞാൻ പറയേണ്ടത്, മരുന്നിൻ്റെ സഹായത്തോടു കൂടി ഇത് പ്രത്യേകിച്ച് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഞാനിവിടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വെർട്ടിഗോ അല്ലെങ്കിൽ ഗിഡിനെസ്സിനെ കുറിച്ച് 2ാമത്തെ ഒരു എപ്പിസോഡ് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ ഷെയറിങ്ങും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വലിയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിട്ട് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വണങ്ങിയ കൈകൾ. ഓക്കെ.